പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മീനമാസം 1-ാം തീയതി, ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം പറയുകയാണെങ്കിൽ പെർസീവറൻസ് ആണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ പ്രയത്നിച്ച് അതിന് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമുള്ളവർക്ക് ഹാർഡ് വർക്ക് പേസ് ഓഫ്, അതായത് നിങ്ങൾ ചെയ്ത കഠിന അധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഗണപതി ഭഗവാന്റെ കൊമ്പ്, അതായത് കൊമ്പൊടിച്ചിട്ടാണ് നമ്മൾ മഹാഭാരതം എഴുതിയത്, വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഏതൊരു സാഹചര്യം വന്നാലും അതിനെ അതിജീവിച്ച് നമ്മളുടെ കഠിനമായിട്ടുള്ള അധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും നമ്മുടെ വിൽ പവറിലൂടെയും നമുക്ക് എന്തും സാധിക്കാം എന്നുള്ളൊരു സന്ദേശമാണ്. ഈ ഒരു മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് 1-ാം തീയതി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പിടി സിനമൻ, അതായത് കറുകപ്പട്ടയുടെ പൊടി, നമ്മൾ പൊടിയായിട്ട് കിട്ടുമല്ലോ, അത് കയ്യിലെടുത്തിട്ട്, വലത് കയ്യിലെടുത്തിട്ട് വീടിൻ്റെ പുറത്ത് നിന്നിട്ട് അത് വീടിനകത്തേക്ക് ഊതുക. അത് മനസ്സിൽ ചിന്തിക്കേണ്ടുന്നത് ഫിനാൻഷ്യൽ റിവാർഡ്സ്, അതായത് സാമ്പത്തികമായിട്ട് സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക്, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. 1-ാം തീയതി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു മാസത്തിൽ പല കാര്യങ്ങളും എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട്, അതായത് ഇതുവരെ സാധിക്കാത്ത കാര്യങ്ങൾ ഈ ഒരു മാസം അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിൽ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുക. അതിനുശേഷം മുന്നോട്ടേക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് നോട്ട് ടു ലൂസ് ഫെയ്ത്ത്, അതായത് നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. വെയിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക. മുന്നോട്ടേക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബി ഗ്രേറ്റ്ഫുൾ. ഇന്ന് 1-ാം തീയതി നിങ്ങൾ നന്ദി പറയാനായിട്ട് മടിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. അതേപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് എൻഡിങ് ഓഫ് ഡിഫിക്കൽറ്റിയാണ്, അതായത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽ സ്ട്രഗിളിൻ്റെ ഒരു പര്യവസാനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് കൊണ്ടിട്ട് വേണം മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ പറയേണ്ടുന്ന ഒരു കാര്യം വിശ്വാസമാണ്. എല്ലാം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു. പലപ്പോഴും പലരും പല കാര്യങ്ങൾ, വഴിപാടുകൾ ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യും, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഡൗട്ടായിരിക്കും. പലതും വൈകും, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാതെ പോവും. വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജോട് കൂടിയിട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ശുഭദിനം നേരുന്നു എല്ലാവർക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.